ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചിക്കൻ കറി ഉണ്ടായിരുന്നതുകൊണ്ട് അതിൻ്റെ ഒപ്പം സൈഡായിട്ട് ചുവന്നുള്ളിയും പാവയ്ക്കും കൂടി ഒരു സ്പെഷ്യൽ കറി വെച്ചു. നല്ല ടേസ്റ്റാണ് അതിൻ്റെ കൂടെ കഴിക്കാൻ. വാളംപുളിയിട്ട് പിന്നെ ചിക്കൻ കറിയുണ്ട്, സാമ്പാറുണ്ട്. അപ്പോൾ സാമ്പാറിലെല്ലാം പച്ചക്കറി ഉണ്ടല്ലോ. അപ്പോൾ ഞാനിത് ഉണ്ടാക്കുന്ന വിധം കാണിച്ചു തരാം കേട്ടോ, പറയുകയും ചെയ്യാവേ. പാവയ്ക്ക നേരത്തെ അരിഞ്ഞ് നന്നായി ഉപ്പ് തിരുമ്മി വയ്ക്കുക. ഒരു പിടി ചുവന്നുള്ളി എടുത്ത് വയ്ക്കുക. പിന്നെ സവാള ഒരെണ്ണം അരിഞ്ഞ് വയ്ക്കുക. പിന്നെ വേണ്ടത് നമുക്ക് ഇത്തിരി വാളംപുളി പിഴിഞ്ഞ് വെച്ചത്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അത്രയും മതി കേട്ടോ. പിന്നെ വേണ്ടത് കടുകിന് പകരം ജീരകമാണ് ഞാൻ ഇടുന്നത് കേട്ടോ. എണ്ണ ചൂടായി, ജീരകം ഇട്ടു. ആ ജീരകം ഒന്ന് ചെറുതായി ഇതായിട്ട് വരുമ്പോഴത്തേനും നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ പാവയ്ക്ക ഉപ്പ് തിരുമിയാണല്ലോ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് പിഴിഞ്ഞ് കളയണം കേട്ടോ. പിഴിഞ്ഞിട്ട് ലാസ്റ്റ് ആ വെള്ളം നമുക്ക് ആവശ്യം വരും. പിഴിഞ്ഞ് എണ്ണയ്ക്കകത്തിടുമ്പോൾ മേത്തേക്ക് തെറിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ പിഴിഞ്ഞിട്ട് അതിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. പാവയ്ക്ക ഒരുവിധം വഴന്ന് വരുമ്പോഴത്തേനും നമ്മുടെ ചുമന്നുള്ളി ഇടാം കേട്ടോ. കാരണം ഇതെല്ലാം വഴറ്റിയെടുക്കേണ്ട സാധനങ്ങളാണേ. അപ്പോൾ ചുമന്നുള്ളി പറക്കി നമ്മൾ അതിൻ്റെ അകത്ത് ഇടുക. വലിയ ഉള്ളി അതിലുണ്ടെങ്കിൽ നമുക്കത് രണ്ടാക്കി ഇടാം കേട്ടോ. അല്ലാത്തതൊക്കെ ചെറുതന്നെയായിട്ട് ഇടാവേ. അതെല്ലാം നന്നായി വന്നുകൊണ്ടിരിക്കണതാണ്. ഇനി നമുക്ക് സവാള അരിഞ്ഞ് വെച്ചത്, അത് ചെറുതായിട്ട് അരിഞ്ഞേക്കണതാണ്, അതും ഇടാം. പച്ചമുളകൊന്നും ഇടണമെന്നില്ല കേട്ടോ, മുളക് പൊടി ഉള്ളത് കൊണ്ട്. ഇതെല്ലാം ഒന്ന് വാടി വരണം. ഇത്തിരി ഉപ്പ് ഇടണം കേട്ടോ അതിൻ്റെ അകത്ത് കേട്ടോ, ആവശ്യത്തിന്. ഇതുപോലെ വാടി വന്നാൽ മതി കേട്ടോ. വാടി വരുമ്പോൾ നമുക്കിനി നമ്മുടെ പൊടികൾ ചേർക്കാം. മല്ലിപ്പൊടി ഒരു 3 സ്പൂണ്, മുളക് പൊടി ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി. ഓരോരുത്തരുടെ എരിവ് അനുസരിച്ച് മുളക് പൊടി എടുക്കാം കേട്ടോ. അതിട്ട് നമുക്ക് നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കാം. ഞാൻ എണ്ണ ഇവിടെ കുറച്ച് ഉപയോഗിക്കുന്നത് കൊണ്ട് ആണ്. എണ്ണ വേണ്ടവർക്ക് വേണമെങ്കിൽ എണ്ണ കൂടുതൽ ഒഴിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും കൂടി നല്ല രുചിയുണ്ടായിരിക്കും. അതൊരുവിധം ശരിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് അധികം കരിഞ്ഞു പോകാതിരിക്കാൻ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മളതൊന്ന് പച്ചമണം ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് നന്നായി അത് ചൂടാക്കിയെടുക്കണം കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ വാളംപുളി പിഴിഞ്ഞ് വെച്ചത് ആവശ്യത്തിന് ഒഴിക്കാം. അത് കഴിയുമ്പോൾ അതിൻ്റെ ഉപ്പും കൂടി ഒന്ന് നോക്കണം കേട്ടോ. പുളി പിഴിഞ്ഞൊഴിച്ച് കഴിയുമ്പോൾ ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കണമല്ലോ. പാവയ്ക്ക ഒരെണ്ണമൊക്കെ ഉള്ളവർക്ക് കൂടുതലുണ്ടെങ്കിൽ എടുക്കാം കേട്ടോ. എനിക്കൊരു ചെറിയ പാവയ്ക്കയുടെ പീസ് ഇവിടെ ഇരുന്നതുകൊണ്ട് ഞാൻ എടുത്ത് വെച്ചതാണ് കറി. നല്ല രുചിയുള്ള കറിയാണ്. ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ലാസ്റ്റ് എന്നിട്ട് ഇതിൻ്റെ അകത്ത് പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. ഓക്കെ.